വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന തീരുമാനിച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് വകുപ്പിന് വിയോജിപ്പ്. കഴിഞ്ഞ സർക്കാരിൻ്റെ നയം അതേപടി തുടരേണ്ടതില്ല എന്നാണ് എക്സൈസ് വകുപ്പ് എടുത്തിരിക്കുന്ന നിലപാട്. നികുതി കുറച്ചത് വകുപ്പ് അറിയാതെ എന്നായിരുന്നു ഇന്നലെ വകുപ്പ് മന്ത്രി എം ലിജു പ്രതികരിച്ചത്. ബജറ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനവും പിന്നീട് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നടത്തിയ പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കാണാം. എക്സൈസ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിൻ്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാ-റേ സ്കാനറുകളും സ്ഥാപിക്കും. ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. നിലവിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് എനിക്ക് മനസ്സിലായിടത്തോളം അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനത്തിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു നയപരമായ തീരുമാനവും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. പറയൂ ദിലീപ് കുമാർ, ശരിക്കും ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പുറത്തു വരികയാണോ? SKN വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ എക്സൈസ് വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ബജറ്റിലാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന പ്രഖ്യാപിച്ചത്. ഇത് എക്സൈസ് വകുപ്പുമായി ആലോചിച്ചിട്ടില്ല എന്ന വിഷയം അത് എക്സൈസ് വകുപ്പിന് മുന്നിലുണ്ട്, മന്ത്രി എം ലിജുവിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. എക്സൈസ് വകുപ്പുമായി ആലോചിച്ചല്ല ആ പ്രഖ്യാപനം നടത്തിയത് എന്നത് സംബന്ധിച്ച്. ഏതായാലും ഈ കാര്യത്തിൽ മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് നയം അതേപടി തുടരേണ്ടതില്ല എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവിനുള്ളത്. നേരത്തെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിപണനം സംബന്ധിച്ചും അതിൻ്റെ നികുതി ഘടന പരിഷ്കരിക്കുന്നത് സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായത് 2010 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ അന്ന് ഈ നികുതി ഘടന പരിഷ്കരിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. നിലവിൽ 251% നികുതിയാണ് സംസ്ഥാനത്തെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾക്കുള്ളത്. അത് 42.86% അതിൻ്റെ ആൽക്കഹോളിക് വീര്യം. ആ 42.86% ആൽക്കഹോളിക് വീര്യമുള്ള മദ്യങ്ങൾക്ക് 42.86% നികുതി ചുമത്തുമ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്, നേരത്തെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 2022-23 കാലത്തെ മദ്യ നയവുമായി ബന്ധപ്പെട്ട അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നു. ആ ഭേദഗതി പ്രകാരം ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ വിപണനം അത് അനുവദിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അതോടൊപ്പം തന്നെ ചട്ടങ്ങളിലൊക്കെ നിരവധി ഭേദഗതികൾ വരുത്തിയതുമാണ്. അതിൽ ഇപ്പോൾ അന്ന് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അന്നത്തെ മന്ത്രി എം ബി രാജേഷ് പറയുന്നത് അത് ഈ നികുതി ഘടനയിലേക്ക് അന്നത്തെ പിണറായി വിജയൻ സർക്കാർ കടന്നിരുന്നില്ല. മാത്രമല്ല അതേ നികുതി വീര്യം കൂടിയ മദ്യങ്ങൾക്കുള്ള അതേ നികുതി തന്നെ ഈടാക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. അതിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന ശ്രേണിയെ അങ്ങനെ ഒരു വിഭജനത്തിലേക്ക് കൊണ്ടുവന്നത് പഴവർഗ്ഗങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഹോർട്ടി ലിക്കർ എന്ന കാറ്റഗറി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന ആ ഒരു വേർതിരിവ് വരുത്തിയത് എന്നാണ് അന്ന് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന എം ബി രാജേഷ് പറയുന്നത്. ഏതായാലും അന്ന് സർക്കാർ നികുതി ഘടന പരിഷ്കരിക്കുന്നതിലേക്ക് എത്തിയിരുന്നില്ല. മദ്യക്കമ്പനികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കണം എന്നത്. കാരണം വീര്യം കുറഞ്ഞ മദ്യം നേരത്തെ ഈ വീര്യം കൂടിയ മദ്യത്തിൻ്റെ അതേ ഉയർന്ന വിലയ്ക്ക് നൽകിയാൽ അത് വാങ്ങാൻ ആളുണ്ടാവില്ല എന്നാണ് ഈ മദ്യനിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ മദ്യനിർമ്മാതാക്കളുടെ തീരുമാനത്തിന് സർക്കാർ വഴങ്ങിയെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. 5.5% മുതൽ 10% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക്
120%, 10 മുതൽ 20% വരെ വീര്യമുള്ള മദ്യങ്ങളുടെ ആൽക്കഹോളിക് വീര്യമുള്ള മദ്യങ്ങൾക്ക് 175% ഇപ്പോൾ നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാനത്ത് ശീതളപാനീയം പോലെ മദ്യം വിൽപ്പന നടത്തുന്നതിനായിരിക്കും വഴിയൊരുക്കുക എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ എക്സൈസ് വകുപ്പ് എടുത്തിട്ടുള്ള ആ നിലപാട്, അതുകൊണ്ട് തന്നെ തുടർന്ന് ഇനി ഇക്കാര്യത്തിൽ എന്തായിരിക്കും സർക്കാർ അന്തിമമായി തീരുമാനിക്കുക എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. കർണാടക ലോബിയാണ് ഇതിന് പിന്നിലെന്നൊക്കെ CPIM ആരോപിക്കുന്നുണ്ട്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ എന്തു നടപടിയെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.